146-ാമത്തെ പേജിലെ ചോദ്യമാണ്. പാരലലോഗ്രാംസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാനുള്ള ഒരു ഈസി മെത്തേഡ് കൂടെ ഞാൻ പറയാം. ആദ്യത്തെ പ്രോബ്ലം നോർമൽ രീതിയിൽ തന്നെ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന അളവുകൾ ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്ന ലൈന് 4 സെൻറ്റിമീറ്റർ ആണ്. മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ലൈനാണ്. ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, 70 ഡിഗ്രിയാണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് പാരലലോഗ്രാം വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഒരു പാരലലോഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ലൈനിൻ്റെ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ആംഗിൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? 2 ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടത് 180 ആണ്. അതുകൊണ്ട് 180യിൽ നിന്ന് ആദ്യത്തെ ആംഗിളായ 70 കുറച്ച് കഴിഞ്ഞാൽ 110 ഡിഗ്രിയാണ് കിട്ടുന്നത്. 110 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഈ ആംഗിൾ 110 ഡിഗ്രിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചർ വരയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ പിക്ചർ വരയ്ക്കുമ്പോൾ എന്താണ് ഈസി മെത്തേഡ് എന്നുള്ളത് ഞാൻ പറയാം. ആദ്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ബേസ് ലൈൻ വരയ്ക്കുക. പിന്നീട് ലൈനിൻ്റെ ഇടത് ഭാഗത്തായിട്ട് 70 ഡിഗ്രിയിൽ മറ്റൊരു ലൈൻ കൂടെ വരയ്ക്കാം. ഇവിടെ 70 ഡിഗ്രി അടയാളപ്പെടുത്തി വയ്ക്കാം. പിന്നീട് നമുക്കറിയാവുന്ന കാര്യം 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലൈന് 110 ഡിഗ്രി ആണെന്നാണ്. അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി 70 ഡിഗ്രിയാണ്. അതുകൊണ്ട് 180ൽ നിന്ന് 70 ഡിഗ്രി മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 110 ഡിഗ്രിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വലത് സൈഡിലായിട്ട് 110 ഡിഗ്രി ആംഗിളിൽ മറ്റൊരു ലൈന് കൂടെ വരയ്ക്കാം. ഇതേപോലെയാണ് ലഭിക്കുന്നത്. വലതുവശത്ത് വരുന്ന ആംഗിൾ 110 ഡിഗ്രിയാണ്. പിന്നീട് നമുക്കറിയാവുന്ന ഒരു അളവാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്ററിൽ സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. പിന്നീട് പാരലലോഗ്രാംസിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അളവുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് റൈറ്റ് സൈഡും 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടുത്തതായിട്ട് ഈ 2 പോയിന്റുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് വരുന്ന ലൈൻസിൻ്റെ അളവ് 4 സെൻറ്റിമീറ്റർ ആണ്. വേണമെങ്കിൽ നമുക്കൊന്ന് അളന്ന് നോക്കാം. സ്കെയിൽ വെച്ച് നോക്കാം. ഇവിടെ വരുന്നത് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. മുകളിലും താഴെയുമായിട്ട് വരുന്ന ലൈന് 4 സെൻറ്റിമീറ്റർ ആണ്. ഇടതുവശത്തും വലതുവശത്തും വരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. പാരലലോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ ഇവിടെ മനസ്സിലാക്കാം. 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ആ ആംഗിളും എന്തായിരിക്കും? 70 ഡിഗ്രി തന്നെയായിരിക്കും. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ കിട്ടുന്നത് 70 ഡിഗ്രി തന്നെയാണ്. അതേപോലെ 110 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും? 110 ഡിഗ്രി തന്നെയായിരിക്കും. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് അളന്ന് നോക്കാം. ആംഗിളുകൾ നമുക്കിവിടെ അടയാളപ്പെടുത്താം. മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് 110 ഡിഗ്രിയാണ്. റൈറ്റ് സൈഡിൽ വരുന്നത് 70 ഡിഗ്രിയാണ്. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ 4 ഡിഗ്രികളും കൂട്ടിയാൽ കിട്ടേണ്ടത് 360 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. താഴത്തെ ലൈന് തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇടതുവശത്ത് തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ ചോദ്യത്തിൽ വലത് സൈഡിലുള്ള ആംഗിളാണ് 120 ഡിഗ്രി തന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ലൈനിൻ്റെയും നീളം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ലൈനിൻ്റെ നീളവും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് ലൈനുകളുടെ അളവുകൾ തുല്യമായിരിക്കും. പിന്നീട് അറിയേണ്ടത് ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്നാണ്. ഞാനൊരു ഈസി മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മെത്തേഡിലൂടെയാണ് ഇവിടെയുള്ള ആംഗിളിൻ്റെ അളവ് മനസ്സിലാക്കുന്നത്. സാധാരണ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പക്ഷേ റിയലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 2 ആംഗിളുകളും തമ്മിലുള്ള തുക 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് 180യിൽ നിന്ന് 120 മൈനസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. 5 സെൻറ്റിമീറ്ററിൽ ആദ്യമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. സ്കെയിൽ മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു പ്രൊട്രാക്ടറാണ്. റൈറ്റ് സൈഡിൽ വരേണ്ടത് 120 ഡിഗ്രി ആംഗിളാണ്. അതുകൊണ്ട് 120 ഡിഗ്രിയിൽ കൂടെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. അടുത്തതായിട്ട് ഇടത് സൈഡിൽ വരുന്ന ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ട്രിക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ വരച്ചത് 120 ഡിഗ്രിയാണ്. അപ്പോൾ പ്രൊട്രാക്ടറിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് 60 ഡിഗ്രിയാണ്. നമ്മൾ വരച്ചിരിക്കുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇടതുവശത്തുള്ള ആംഗിൾ കാണാൻ ചെയ്യേണ്ടത് 180 മൈനസ് 120 ആണ്. ആൻസർ കിട്ടുന്നത് 60 ആണ്. അപ്പോൾ പ്രൊട്രാക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും 120യുടെ നേരെ മുകളിൽ വരുന്നത് 60 ആണ്. അപ്പോൾ ഇടതുവശത്ത് വരേണ്ട ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് പ്രൊട്രാക്ടർ ഇടതുവശത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവിടെ 60 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കാം. ഇടതുവശത്തായിട്ട് 60 ഡിഗ്രി കൊടുക്കാം. താഴത്തെ ലൈനിൻ്റെ ലെങ്ത് വരുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്.
ഇടതുവശത്തെ ലൈനിൻ്റെ ലെങ്ത് വരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് വശവും സെയിം അളവായിരിക്കും. അതുകൊണ്ട് വലതുവശത്ത് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഈ 2 പോയിന്റുകളും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട പിക്ചറായി. പിന്നീട് അനാവശ്യമായ ഭാഗങ്ങൾ മുകളിലത്തെ ഭാഗം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. 120 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അതേപോലെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് 60 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴത്തെ ലൈന് തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ തന്നിരിക്കുന്നത് മുകളിലുള്ള റൈറ്റ് ഭാഗത്താണ്. ഏത് ഭാഗത്ത് തന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. 2 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതേപോലെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ലൈനാണ്. അതിനുശേഷം ഇവിടെ 50 ഡിഗ്രി വരയ്ക്കും. 50 ഡിഗ്രി വരച്ചതിന് ശേഷം രണ്ടാമതായിട്ട് കാണേണ്ടത് ഇവിടെയുള്ള ആംഗിളാണ്. ഇവിടെയുള്ള ആംഗിൾ കാണാൻ നമുക്ക് പ്രൊട്രാക്ടർ നോക്കിയാൽ മതി. ഇവിടെ ഞാൻ വരുത്തുന്ന ഒരു ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും വരക്കുമ്പോൾ വളരെ ചെറുതായിട്ടുള്ള ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഞാൻ 8 സെൻറ്റിമീറ്റർ ആക്കി മാറ്റുകയാണ്. അതേപോലെ 2 സെൻറ്റിമീറ്റർ ഉള്ളത് 4 സെൻറ്റിമീറ്റർ ആക്കി മാറ്റുകയാണ്. കുട്ടികൾ നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ബേസ് ലൈൻ വരയ്ക്കേണ്ടത് മുകളിലാണ്. 4 സെൻറ്റിമീറ്ററിന് പകരം ഞാൻ വരയ്ക്കുന്നത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് കുട്ടികൾ ഓർത്തിരിക്കണം. മുകളിൽ വലതുവശത്തായിട്ട് പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 50 ഡിഗ്രി അടയാളപ്പെടുത്തി അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ 50 ഡിഗ്രിയുടെ തൊട്ട് താഴെയായിട്ട് വരുന്നത് 130 ഡിഗ്രിയാണ്. ഇടതുവശത്ത് വരയ്ക്കേണ്ടത് 130 ഡിഗ്രിയാണ്. നോക്കാം, 130 പ്ലസ് 50 വരുന്നത് 180 ആണ്. പ്രൊട്രാക്ടർ ഇടതുവശത്ത് വെച്ചതിന് ശേഷം 130 ഡിഗ്രി പോയിന്റ് അടയാളപ്പെടുത്തി അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. 2 ആംഗിളുകളുടെയും അളവുകൾ ഇവിടെ എഴുതി വയ്ക്കാം. അടുത്തായിട്ട് 4 സെൻറ്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തേണ്ടത്. അടുത്തായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ 2 ഭാഗങ്ങളിലും നമുക്ക് അടയാളപ്പെടുത്താം. ഈ 2 പോയിന്റുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുക. വശങ്ങളുടെയും ആംഗിളുകളുടെയും അളവുകൾ രേഖപ്പെടുത്തി വയ്ക്കുക. പിന്നീട് ഒന്നുകൂടെ ഓർത്തിരിക്കണം, ഞാനിവിടെ വരച്ചിരിക്കുന്നത് 8 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ്. കുട്ടികൾ വരയ്ക്കേണ്ടത് 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററുമാണ്. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാ വശവും തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. 140 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ബേസ് ലൈൻ വരയ്ക്കേണ്ടത് മുകളിൽ തന്നെയാണ്. 3 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ തന്നെയാണ് വരയ്ക്കാൻ പോകുന്നത്. സ്കെയിൽ മാറ്റി വയ്ക്കാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 140 ഡിഗ്രി പോയിന്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ലൈൻ വരയ്ക്കുക. 140 ഡിഗ്രിയുടെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് 40 ഡിഗ്രിയാണ്. അതുകൊണ്ട് വലതുവശത്ത് നമുക്ക് വരയ്ക്കേണ്ടത് 40 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ വലതുവശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ വരേണ്ടത് 40 ഡിഗ്രിയാണ്. അളവുകൾ രേഖപ്പെടുത്താം. മുകളിൽ 3 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് 140 ഡിഗ്രിയാണ്. വലതുവശത്തായിട്ട് വരുന്നത് 40 ഡിഗ്രിയാണ്. സ്കെയിൽ ഉപയോഗിച്ച് 2 സൈഡിലുമായിട്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അത് യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. പിന്നീട് ആവശ്യമായ അളവുകൾ കൊടുക്കുക. 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈസി മെത്തേഡ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ആ ലൈക്കിലൂടെ മാത്രമാണ് ഈ മെത്തേഡ് കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.